ഞങ്ങളുടെ ലൈഫിൽ വില്ലനായിട്ട് വന്നതാണ് എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ. അപ്പോൾ ഞങ്ങൾക്ക് ഡൗട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെയും പ്രഗ്നൻ്റ് ആയോന്ന്. റോണി ഫുൾ ടൈം ജോലിയാണല്ലോ, ലിൻഡുവിന് വെറുതെ വീഡിയോ എടുത്ത് നടന്നാൽ മതി. ഈ ലെഫ്റ്റ് സൈഡിലെ ബ്രസ്റ്റിൽ ഒരു ലംപ്. എനിക്കും കൂടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ മമ്മിയുടെയും ഡാഡിയുടെ ഒരവസ്ഥ. ഹായ് നമസ്കാരം, എൻ്റെ ഡെയിലി ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും എന്തു പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു? ദൈവകൃപയാൽ ഞങ്ങളെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ മിറാക്കിൾ സ്റ്റോറി നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യണമെന്ന്. പക്ഷേ ചില തടസ്സങ്ങൾ, ലവിക്കുന്ന് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എടുക്കാമെന്ന് വിചാരിച്ച് ഞാനെല്ലാം റെഡി ആയിട്ട് വരുമ്പോഴത്തേക്ക് അവൻ ഉണരും. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ അച്ഛാ പറഞ്ഞു, പോയി സമാധാനത്തോടുകൂടി വീഡിയോ എടുത്തോ, ഞാൻ ലവിക്കുന്നെ ടേക്ക് കെയർ ചെയ്തോളാന്ന്. അവൻ്റെ കൂടെ ആരെങ്കിലും കിടക്കുകയാണെങ്കിൽ അവൻ നല്ല ഉറക്കം ഉറങ്ങും. പുറത്ത് നല്ല കാറ്റും നല്ല മഴയാണ്. വെതർ ഇത്ര നല്ലതല്ലാത്തത് കൊണ്ട് തന്നെ ചിലപ്പം ലൈറ്റ് ഡിമ്മാവുകയും ബ്രൈറ്റ് ആവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ ആളുകൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഞങ്ങൾക്ക് ഈ ബാക്കിലെ കതകിൻ്റെ അതിലെ കൂടി ഇങ്ങനെ എന്തൊക്കെയോ പോകുന്ന പോലെ തോന്നുന്നു. അതൊന്നും പോകല്ല, ഞങ്ങളുടെ റോഡ് സൈഡിലാണ് വീട്, ബ്രൈറ്റൺ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് വീട്. അപ്പോൾ അതുകൊണ്ട് ബസ് ലോറിയൊക്കെ പോകുമ്പം അതിൻ്റെ മിററിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റാണ് കേട്ടോ ആ ഡോറിലേക്ക് അടിക്കുന്നത്. പേടിക്കൊന്നും വേണ്ട, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിൽ അടുക്കയില്ല എന്ന് പറഞ്ഞിട്ടില്ലേ ബൈബിളിൽ, അതുപോലെ തന്നെ ഇവിടെ ഒരു ബാധയും ഞാൻ അടുപ്പിക്കാൻ സമ്മതിക്കത്തില്ല. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടുമാണിത്. ലവിക്കുണ്ണായിട്ട് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഞാൻ ഇവിടെയാണ്. ഇവിടെ നിന്നാണ് അവന് ഭക്ഷണം കൊടുക്കുന്നതും ഇവിടെ നിന്നാണ് എൻ്റെ എഡിറ്റിംഗ് പരിപാടിയൊക്കെ. ഭയങ്കര ഒരു ഫ്രഷ് ഫീൽ കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇവിടുന്ന് തന്നെ എടുക്കുന്നത്. അപ്പം ഒരു 1.5 വർഷത്തിന് മുമ്പേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രെയർ റുട്ടീനെ കുറിച്ചിട്ട്. സോ ഞാൻ ബൈബിളിൽ എഴുതി വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഒരുപാട് പേർക്ക് അതറിയാം, ഒരുപാട് പേർക്ക് ഞാൻ അത് എൻ്റെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നു. ഞാൻ പോയിൻറ്റ്സ് എല്ലാം എഴുതിയിട്ടിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അത് ഓരോ കാര്യങ്ങളും ചിലതൊക്കെ പെട്ടെന്ന് കിട്ടും, ചിലതൊക്കെ ലേറ്റായിട്ടാണ്, ചിലതൊക്കെ വർഷങ്ങളെടുത്തിട്ടാണ് കിട്ടാറുള്ളത്. അപ്പം അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പിന്നെ എന്നോട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ എൻ്റെ പ്രഗ്നൻസി ജേർണി എങ്ങനെയാണ്, ബാഡ് കമൻസിന് എങ്ങനെ റിയാക്ട് ചെയ്യുന്നത്, ലവിക്കുട്ടിന് ഓട്ടിസം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു. ലവിക്കുട്ടിന് ബൈ ദ വേ ഓട്ടിസം ഇല്ല കേട്ടോ. 2-3 ടോക്സിക് ആയിട്ടുള്ള ആളുകൾ പേർപ്പസ്ലി യൂട്യൂബിലും റീലിലും കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ലവിക്കുട്ടിന് അടുത്ത വർഷം എന്തായാലും ഓട്ടിസം വരും, $1000 ബെറ്റൊക്കെ വെച്ചിട്ട്. അങ്ങനത്തെ ഉള്ള ആൾക്കാരെ ഞാൻ എന്ത് പറയാനാണ്? അത് കേട്ട പാതി കേൾക്കാത്ത പാതി കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ച് പറയുന്നുണ്ട്, ചേച്ചി ലവിക്കുട്ടിന് ഓട്ടിസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരൂ, ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാം, അല്ലെങ്കിൽ സ്പീച്ച് തെറാപ്പി ഞങ്ങൾ ചെയ്യാമെന്ന്. നിങ്ങൾ പ്രോപ്പറായിട്ട് കേൾക്കാഞ്ഞിട്ടാണ് ആ വീഡിയോ. ലവിക്കുട്ടിന് ഓട്ടിസം ഉണ്ടെന്നല്ല പറയുന്നത്, ഞങ്ങളല്ല പറഞ്ഞത്, മറ്റുള്ളവരങ്ങ്, അതായത് 1-2 ആൾക്കാർ ജഡ്ജ് ചെയ്തിട്ട് അങ്ങ് പറയുകയാണ് ഈ കുട്ടിക്ക് ഓട്ടിസം ഉണ്ടെന്ന്. എൻ്റെ കുഞ്ഞ് പെർഫെക്റ്റ്ലി ഫൈനാണ്. ദൈവകൃപയാൽ അവൻ ആരോഗ്യത്തോടുകൂടി തന്നെ ഇരിക്കുന്നു. അവൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യസമയത്ത് ചെയ്യുന്നുണ്ട്. സോ അപ്പം അതിനെക്കുറിച്ചിട്ടല്ല നമ്മുടെ വീഡിയോസ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതൊക്കെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വീഡിയോ ആണ്. എപ്പോഴാണ് എടുക്കാൻ പറ്റുന്നത് എന്നെനിക്കറിയില്ല. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ചില സമയത്ത് ഒരു വില്ലനായിട്ട് ഒരാൾ വരും. ചിലപ്പോൾ നമുക്കത് എന്തെങ്കിലും രോഗമായിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് ആയിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വീട്ടിലെന്തെങ്കിലും ആരെങ്കിലും നഷ്ടപ്പെടുന്നതായിരിക്കാം. അങ്ങനത്തെ അവസ്ഥകൾ വരുമ്പോഴാണ് നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് ഡൗൺ ആയി പോകുന്നത്. ഞങ്ങളുടെ ലൈഫിൽ വില്ലനായിട്ട് വന്നതാണ് എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ. ഞാനിതിന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത് ഒരു അവയർനെസ്സിനും കൂടി വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അച്ചു പറഞ്ഞത് എന്തായാലും ഈ വീഡിയോ എടുക്കണമെന്ന്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞങ്ങളത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് റീസെൻ്റ്ലി അല്ല കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ വർഷം നാട്ടിൽ പോയത് ഡിസംബറിലാണ്, തിരിച്ച് UK എത്തിയത് ഫെബ്രുവരിയാണ്. സോ ഫെബ്രുവരി 1-ാം തീയതി ഇവിടെ എത്തി. ആ സമയം തൊട്ട് മെയ് വരെ ഞങ്ങൾ ഫേസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ ഡിസംബറിൽ നാട്ടിൽ പോയത് ഫസ്റ്റ് ഓഫ് ഓൾ അച്ഛയുടെ പപ്പായും മമ്മിയും കണ്ടിട്ടുള്ള ലവിക്കുട്ടിനെ പിന്നെ എൻ്റെ പ്രസവരക്ഷ ചെയ്യാനും കൂടിയായിരുന്നു. പാലായി ആയുർവേദയിൽ ട്രിവാൻഡ്രത്തായിരുന്നു അത് നടന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ അതിന് മുമ്പേയും ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലെ ബ്രസ്റ്റിൽ ഒരു ലംപ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പിമ്പിൾ പോലൊന്നുമല്ല, ചെറിയൊരു അത്യാവശ്യം വലിയൊരു മുഴയാണ് കേട്ടോ. അപ്പം അത് ഞാൻ അത്ര വലിയ കെയർ കൊടുത്തിട്ടില്ല. നമ്മളെപ്പോഴും ഈ കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെയാണല്ലോ കൂടുതൽ എല്ലാവരും ടേക്ക് കെയർ ചെയ്യുന്നത്. എൻ്റെ വിശേഷം ചോദിച്ചാൽ എന്നെ കെയർ ചെയ്തിട്ടുള്ള വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. എൻ്റെ അമ്മ, എൻ്റെ അക്ക, അതുപോലെ തന്നെ എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള 1-2 ഫ്രണ്ട്സ്. ബാക്കി മിക്ക ആൾക്കാരും കുഞ്ഞെങ്ങനെയുണ്ട്, കുഞ്ഞുറങ്ങുന്നുണ്ട്, കുഞ്ഞെന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുകയുള്ളൂ. നമ്മളെക്കുറിച്ച് ചോദിക്കുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ. നമ്മളെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ അവരും അതിലൂടെ പെയിൻ അനുഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെ കരുതുന്ന ആൾക്കാർ മാത്രമേ നമ്മളെക്കുറിച്ച് അന്വേഷിക്കാറുള്ളൂ.
അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഞാനും അത്ര കെയർ കൊടുത്തില്ല. അപ്പം ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് അത് എടുത്തത് ഡിസംബറിൽ ഞങ്ങൾ നാട്ടിൽ പോയപ്പോഴാണ്. എനിക്ക് നവംബർ തൊട്ടിട്ടേ ചെറുതായിട്ടൊരു പിമ്പിൾ പോലെയാണ് വന്നത് എൻ്റെ ബ്രസ്റ്റിൽ. അപ്പം ഞാൻ അത്ര വലിയ സീരിയസ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ആയിരിക്കും. പീരീഡ്സ് എനിക്ക് വരുന്നുണ്ടായിരുന്നു 3 മാസം കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പീരീഡ്സ് അങ്ങ് നിന്നു. അപ്പം ഡിസംബറിൽ ഞങ്ങൾ നാട്ടിൽ ചെന്ന് ജനുവരി ആയപ്പോൾ ഞങ്ങൾക്കൊരു ഡൗട്ട് ഞാൻ പ്രഗ്നൻ്റ് ആണോ എന്ന്. അപ്പം എന്തായാലും ടെസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചത്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പ്രസവരക്ഷ എടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കത് എടുക്കാൻ പാടില്ല. അപ്പം ഞങ്ങൾ ജനുവരി ഹോസ്പിറ്റലിൽ പോയിട്ട് നോക്കി പ്രഗ്നൻ്റ് ആണോ എന്ന്. ഞാൻ പ്രഗ്നൻ്റ് അല്ല. അപ്പോൾ എനിക്ക് തോന്നി പീരീഡ്സ് ലേറ്റ് ആയതുകൊണ്ടായിരിക്കും. പിന്നെയും പീരീഡ്സ് വന്നിട്ട് പിന്നെയും പീരീഡ്സ് വരാതിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ലേറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ പിമ്പിൾസ് നമുക്ക് വരാറുണ്ടല്ലോ, ചിലപ്പോൾ ബ്രസ്റ്റിൽ വന്നതുകൊണ്ടായിരിക്കാം അങ്ങനെയെന്ന്. അപ്പോൾ ഞങ്ങൾ ജനുവരി പ്രസവരക്ഷയുടെ ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഫെബ്രുവരി 1 ഞങ്ങൾ ഇവിടെ എത്തുന്നത്. എത്തിക്കഴിഞ്ഞപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് അത് വലുതായി വരുന്നുണ്ട്. വേദനയൊന്നുമില്ല, ഇങ്ങനെ തെന്നുന്നുണ്ട്, ഒരു ബോൾ പോലെ. അപ്പോൾ ഇവിടുത്തെ NHSൻ്റെ അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ. ഇറ്റ് ടേക്സ് ടൈം. നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ 10-14 ദിവസം എടുക്കും നമുക്ക് അവിടെ നിന്നൊരു കോൾ വരാൻ, അല്ലെങ്കിൽ നമുക്കൊരു ഡേറ്റ് കിട്ടാൻ. വൺസ് അവർ സിസ്റ്റത്തിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ട്, സീരിയസ് ആണ് എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്നായിരിക്കും. എല്ലാം നല്ല ട്രീറ്റ്മെൻറ്റുമാണ് NHSൽ, എല്ലാം ഫ്രീയുമാണ്. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്യുകയും ചെയ്യും. പക്ഷേ അതല്ല, നമുക്ക് അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടാൻ ലേറ്റ് ആവുകയാണ്, ടൈം എടുക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്ട്രെസ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാനും പറ്റില്ല കേട്ടോ. എന്തായാലും ഞങ്ങൾ ഫെബ്രുവരി 1 ഇവിടെ വന്നു. 2 തന്നെ അച്ചു അപ്പോയിൻമെൻറ്റ് എടുത്ത്. പക്ഷേ അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ഫെബ്രുവരി 14 അതൊരു വെനസ്ഡേ ആയിരുന്നു, വാലൻറ്റൈൻസ് ഡേ അന്ന് എന്തായാലും അച്ചു ഓഫായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 3 പേരും കൂടെ അന്ന് പോകാമെന്ന് തീരുമാനിച്ചു. ഇവിടെ ക്രോയിഡൺ ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കൺസൾട്ട് ചെയ്ത ഒരു ലേഡി ഡോക്ടറായിരുന്നു. പുള്ളിക്കാരി കണ്ടപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു ചിലപ്പോൾ ഹോർമോൺ ചേഞ്ചസ് ആയിരിക്കാം, എനിവേ ഞാനൊരു ടാബ്ലറ്റ് തരാം, ഒന്ന് കഴിച്ചു നോക്കുക, 10 ദിവസത്തേക്ക് ലൂസ് മോഷൻ ഉണ്ടാകും. അപ്പോൾ ടാബ്ലറ്റ് കഴിച്ചിട്ട് കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്യണം. വാലൻറ്റൈൻസ് ഡേ അല്ലേ, എന്തായാലും പുറത്ത് പോയിട്ടൊരു ഡിന്നറൊക്കെ കഴിക്കാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഇരുന്നത്. പക്ഷേ ഞങ്ങളുടെ പ്ലാനിലൊന്നും ഒരു ചേഞ്ചും വന്നില്ല കേട്ടോ. അച്ചു ഭയങ്കര ടെൻസ്ഡായിരുന്നു. ഞാൻ അത്ര ടെൻഷനൊന്നുമില്ല. എനിക്ക് എന്തോ ദൈവം എന്നെ എന്തോ ഒരു ഷീൽഡ് തന്നിട്ട് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ ഭയങ്കര ഒരു ധൈര്യം. അതെപ്പോഴും അങ്ങനെയാണ്. എനിക്ക് എന്തൊക്കെ വന്ന് എൻ്റെ തലയിൽ കൂടെ മറിഞ്ഞാലും ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. എനിക്ക് എൻ്റെ മമ്മിയുടെ ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്. ഡാഡിയും അക്കയും അച്ചും ഒക്കെ പെട്ടെന്ന് ടെൻസ്ഡ് ആവും. അച്ചുവിൻ്റെ ഫേസിൽ അത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഡിന്നറെല്ലാം കഴിച്ച് തിരിച്ചു വന്നപ്പോൾ അച്ചു പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് NHSൽ കണ്ടിന്യൂ ചെയ്യേണ്ട, ചിലപ്പോൾ ലേറ്റ് ആവും അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടാൻ, നമുക്ക് പ്രൈവറ്റിലേക്ക് സ്വിച്ച് ചെയ്യാമെന്ന്. ഞങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ, എനിക്കും ലെവിക്കുട്ടിനും ഒക്കെ. ലെവിക്കുട്ടിന് എടുത്തത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ ലെവിക്കുട്ടിന് NICUവിൽ കയറി. അപ്പം 1 വീക്കോളം ലെവിക്കുട്ടി ഹോസ്പിറ്റലായിരുന്നു. അപ്പം അവർ എങ്ങനെയാണ് ഫർദർ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ലെവിക്കുട്ടിനും അച്ഛ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. എനിക്ക് പിന്നെ അച്ഛൻ്റെ കൂടെ തന്നെ കമ്പനിയിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു എന്തായാലും ഈ 10 ദിവസത്തേക്ക് നമുക്ക് ടാബ്ലറ്റ് തന്നിട്ടില്ലേ, നമുക്കത് കഴിച്ചതിന് ശേഷം എന്താണോ പറയുന്നത്, അല്ലെങ്കിൽ എന്താണോ റിസൾട്ട് നമുക്ക് വരുന്നത്, അതിന് ശേഷം നമുക്ക് പ്രൈവറ്റിലേക്ക് സ്വിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ടാബ്ലറ്റ് 10 ദിവസം കഴിച്ചു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. ലംബിന് കുറവൊന്നുമില്ല, ചെറുതായിട്ട് എനിക്കിങ്ങനെ ടച്ച് ചെയ്യാൻ നേരത്തെ സ്ലിപ്പാവുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, പെയിനും ഇല്ല. അപ്പോൾ ഡോക്ടർ വന്ന് നമുക്കത് സ്കാൻ ചെയ്യണം. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെയല്ല, ബ്രസ്റ്റ് സെൻറ്റർ വേറെയാണ്, അപ്പോൾ നമുക്ക് അവിടെ അപ്പോയിൻമെൻറ്റ് എടുക്കണം എന്ന് പറഞ്ഞു. ചിലപ്പോൾ അത് ബ്രസ്റ്റ് ക്യാൻസർ ആവാം എന്നും പറഞ്ഞു. പുള്ളിക്കാരി അത് പറഞ്ഞപ്പോൾ ഞങ്ങൾ 2 പേരും ഭയങ്കര ഷോക്കായി. നമ്മൾ അതുവരെ ചിന്തിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിമ്പിൾ അല്ലെങ്കിൽ ഒരു ലംപ്, അത് ചിലപ്പം നമ്മുടെ ബ്രസ്റ്റിൽ ചിലപ്പോൾ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് വരുന്നതായിരിക്കാം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. എൻ്റെ മുഖത്ത് നോക്കി എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് NHS ഹോസ്പിറ്റലിന് പറയുന്നതിന് ഒരു മടിയില്ല. കാരണം ഇവിടെ ഉള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഫേസ് ടു ഫേസ് അവർ ഡയറക്റ്റായിട്ട് പറയും. അവർ വെച്ചുകൊണ്ടിരിക്കത്തൊന്നുമില്ല. നമ്മളെ നാട്ടിലെ പോലെ വേറെ ആൾക്കാർ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ പിന്നീട് പറയാമെന്നൊന്നുമില്ല. എല്ലാം വളരെ പെട്ടെന്നായിരിക്കും. ഇത്രയും വൈകിട്ട് എനിക്ക് ലെവിക്കുട്ടിനെ തന്നിട്ട് എന്തിനാ ദൈവം എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ തരുന്നത്? ഞാൻ ഇതാണ് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നത് കേട്ടോ. എനിക്ക് വേറെ ഒന്നും ദൈവത്തോട് ചോദിക്കാനില്ല, പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പിന്നെ എനിക്ക് ഒന്ന് 6 ദിവസം കഴിഞ്ഞിട്ട് എങ്ങാണ്ട് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അച്ഛ പറഞ്ഞു നമുക്കിനിയും പ്രൈവറ്റിലേക്ക് സ്വിച്ച് ചെയ്യാം, NHSൽ ചിലപ്പോൾ ഡിലേ ആയാലോ, കാരണം ഇത് കുറയുന്നുമില്ല, ഇങ്ങനെ ഒരു റിപ്പോർട്ടുമാണ് നമുക്ക് വന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരോട് ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ എന്തൊരു കാര്യമുണ്ടെങ്കിലും മമ്മിയോടും ഡാഡിയോടും അക്കയോടും ഷെയർ ചെയ്യും കേട്ടോ. പണ്ട് തൊട്ടിട്ടേ ശീലിച്ചതാണ്. പിന്നെ അച്ഛൻ്റെ ബാലൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറവാണ് വിളിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് വിളിച്ചാലും ഫോൺ എടുക്കുന്നതും കുറവാണ്, ഇങ്ങോട്ട് വിളിക്കുകയില്ല. ഇപ്പം നമുക്കൊക്കെ ആണെങ്കിൽ എനിക്കത് ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇവരിതിങ്ങനെ വിളിക്കാതിരിക്കുമ്പോൾ എങ്ങനെയാണെന്ന്. എന്തായാലും നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ അറിയിച്ചല്ലേ പറ്റുള്ളൂ. എന്നാൽ അവർ ഇങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുക അതുമില്ല. ഇവൻ എൻ്റെ ഡാഡിയും മമ്മിയും തിരിച്ചാണ് കേട്ടോ. അവർ ഒരു ദിവസം കുറഞ്ഞത്
ഒരു 2-3 പ്രാവശ്യം വിളിച്ചിരിക്കും. ഇവൻ അക്കയാണെങ്കിലും എനിക്ക് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അച്ഛൻ്റെ ഫാമിലി ഇവർ വിളിക്കാതിരിക്കുന്നതൊക്കെ കാണുമ്പോൾ, മക്കളെ വിളിക്കാതിരിക്കുക, പ്രത്യേകിച്ച് ഇപ്പോൾ ലഭിക്കുന്നുണ്ടായിട്ടും അവരങ്ങനെ വിളിക്കുകയോ അങ്ങനെ കാണണമെന്നോ അങ്ങനെയൊന്നുമില്ല. എന്നാൽ സ്നേഹത്തിന് കുറവൊന്നുമില്ല, പക്ഷെ അവരങ്ങനെ ആണ്. പക്ഷേ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇപ്പോൾ യൂസ്ഡ് ആയി. അതുകൊണ്ട് തന്നെ പപ്പായും മമ്മിയും അറിയിക്കാൻ ഞങ്ങൾക്ക് അത്രയും ഒരു ഇതില്ലായിരുന്നു. പക്ഷേ ഡാഡിയും മമ്മിയും അറിയിക്കണോ വേണ്ടിയോ? കാരണം അവർ ഇവിടെ 6 മാസമാണെന്നുണ്ടെങ്കിൽ നാട്ടിലും 6 മാസം എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പിനൊക്കെ പോകുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ എനിക്കൊന്ന് അവർ പഞ്ചാബ് അവിടെ എങ്ങാണ്ടൊക്കെ കറങ്ങാൻ വേണ്ടിയിട്ട് പോയേക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ അച്ഛനോട് അവരുടെ ട്രിപ്പ് സ്പോയിൽ ചെയ്യേണ്ട, വെറുതെ ടെൻഷൻ അടിക്കും. അക്കയോട് ഇപ്പോൾ പറയേണ്ട, നമുക്ക് ലേറ്റർ ഓൺ പറയാം, പ്രൈവറ്റിൽ പോയി സ്കാനൊക്കെ ചെയ്തതിന് ശേഷം റിപ്പോർട്ട് എന്താ കിട്ടുന്നത് അതിനനുസരിച്ച് പറയാമെന്ന് പറഞ്ഞു. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്തൊക്കെ ലവിക്കുട്ടിയും കൊണ്ടാണല്ലോ പോകുന്നത്. എനിക്ക് ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് ഇപ്പോൾ പ്രൈവറ്റിൽ കയറിയാലും അവർ ആദ്യം തൊട്ടിട്ട് എല്ലാം ചെക്കപ്പ് ചെയ്യും. ഫസ്റ്റ് നമ്മൾക്ക് മെഡിസിൻ തരും, പിന്നെ അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്, പിന്നീടാണ് സ്കാനിങ് ഉള്ളത്. അപ്പോൾ 1-2 പ്രാവശ്യം ആയപ്പോൾ ലവിക്കുട്ടിയും കൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ അക്കയോട് പറയാതിരിക്കാൻ വയ്യ. കാരണം എൻ്റെ സ്കാനിങ്ങിൻ്റെ അന്ന് തീർച്ചയായിട്ടും എനിക്ക് ഒരാളുടെ ഹെൽപ്പ് വേണം. ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ, UK നമ്മളെല്ലാ കാര്യങ്ങളും അപ്പനെയാണ് ചെയ്യുന്നത്. ആരുമില്ല നമ്മളെ ഹെൽപ്പ് ചെയ്യാനും. ഓക്കെ, ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ അവരും ബിസി ആയിരിക്കും അവരുടെ ജോലിയിലും കാര്യങ്ങളിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് അക്കയോട് പറയാതിരിക്കാൻ പറ്റിയില്ല. റേച്ചാനോട് ഷെയർ ചെയ്തില്ല, അക്കയോട് പറഞ്ഞു, ഓക്കെ ഇങ്ങനെ എനിക്കൊരു സ്കാനിങ് ഉണ്ട്, അപ്പോൾ നീ വരണം കുഞ്ഞിനെ ഒന്ന് നോക്കാനായിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അക്കയ്ക്ക് ചെറിയൊരു ഡൗട്ട്, കാര്യം പറഞ്ഞില്ല കേട്ടോ. ഒക്കെ വന്നു, ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് വന്നത്. അവൾക്ക് നെക്സ്റ്റ് ഡേ ലീവ് എടുത്തു, അതിന് നെക്സ്റ്റ് ഡേ ജോലിയുണ്ട്. ആ സമയത്ത് മമ്മി വിളിച്ചപ്പോൾ ഒക്കെ പറഞ്ഞു ലിൻഡുമോൾക്ക് എന്തോ ഒരു ചെക്കപ്പ് ഉണ്ട്, സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയേക്കുവാന്ന്. അപ്പോൾ ഡാഡിക്കും മമ്മിക്കും ചെറിയ ടെൻഷനായി കേട്ടോ. പിന്നെ അവർ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്നെ വിളിച്ചില്ല, എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറയുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയായിരിക്കാം. പക്ഷെ ഞാനും അച്ചും അന്നാണ് കുറച്ച് എന്താ പറയുക ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയത്. അതുവരെ ഞങ്ങൾ പോകുന്നതും വരുന്നതും അച്ഛ ഭയങ്കര ടെൻസ്ഡായിട്ടാണ്. ലവിക്കുട്ടിന് ഫുഡ് കൊടുക്കുന്ന കാര്യങ്ങൾ, ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നാൽ നമ്മൾ അതിൻ്റെ ജോലി തിരക്ക് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞു, ഈവൻ ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ നമ്മൾ ഫേസ് ചെയ്തല്ലേ പറ്റുള്ളൂ, വേറെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. ഇങ്ങനെ ഒരു കണ്ടീഷനിൽ ഡയഗ്നോസിസ് ആയിരുന്നു കേട്ടോ എൻ്റെ ഏറ്റവും വലിയ കൺസേൺ. എന്ത് സംഭവിക്കും, എനിക്ക് ഡയഗ്നോസിസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫാമിലിയെ എങ്ങനെ നോക്കും? ഒരു പരിധി വരെ ഇമോഷണൽ ഫീലിംഗ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര കംഫർട്ടബിളായിരുന്നു. കാരണം ഞങ്ങൾ ഒരു ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ലൈഫ് ലൈൻ പ്രൊട്ടക്ട് ലിമിറ്റഡ്. ഫാമിലിയിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ അവർക്ക് മുന്നോട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഫോർ എ ലോങ്ങർ പീരീഡ് എൻ്റെ ഫാമിലി സഫർ ചെയ്യാതെ ഒരു ലംസം എമൗണ്ട് എനിക്ക് ഇൻഷുറൻസ് ത്രൂ എൻ്റെ ഫാമിലിക്ക് കിട്ടും എന്നുള്ളത് എനിക്ക് ഭയങ്കര ഷുവറായിരുന്നു. UK ഒത്തിരി മലയാളികൾ എടുക്കുന്ന ഒരു കമ്പനിയാണ് ലൈഫ് ലൈൻ പ്രൊട്ടക്ട് ലിമിറ്റഡ്. അവരുടെ മെയിൻ മെറിറ്റ് എന്ന് പറയുന്നത് തന്നെ മോർഗേജ് ആണ്. അങ്ങനെയാണ് ഞങ്ങൾ അവരെ രണ്ടാമത് കോൺടാക്ട് ചെയ്ത്. അതാണെങ്കിൽ അവർ ബെസ്റ്റ് ഡീൽസാണ് നമുക്ക് അവൈലബിൾ ആക്കി തരുന്നത്. ഞങ്ങൾ മിൽട്ടൺ കീൻസ് സൈഡിലാണ് കേട്ടോ വീടും കാര്യങ്ങളൊക്കെ നോക്കിയത്. പക്ഷേ ആ സമയത്താണ് നമുക്ക് ഇങ്ങനൊരു വില്ലൻ കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ അതിപ്പോൾ നമ്മൾ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും ദൈവം തക്ക സമയത്ത് ചെയ്യുമെന്ന് പറയത്തില്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലും നല്ല കാര്യത്തിനായിട്ട് ദൈവം പെൻഡിങ്ങിൽ വെച്ചതായിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ ലൈഫ് ലൈൻ പ്രൊട്ടക്ട് ലിമിറ്റഡിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ടൈം എടുത്ത് മോർഗേജ് പ്രോസസ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്ന് കൺവൈൻസിങ് എങ്ങനെ ചെയ്യണം, കീ കിട്ടുന്ന വരെയുള്ള പ്രോസസ്സ് കൃത്യമായി പറഞ്ഞു തന്നതിന് ശേഷം മാത്രമേ മോർഗേജ് ആപ്ലിക്കേഷൻ പോലും മോർഗേജ് അഡ്വൈസർ പ്രോസസ്സ് ചെയ്യത്തുള്ളൂ. അവരുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് സമയത്ത് വിളിച്ചിട്ടുണ്ടെങ്കിലും ഫോൺ അറ്റൻഡ് ചെയ്യും കേട്ടോ. സാധാരണ ഇവിടുത്തെ ഓഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 to 5 അല്ലെങ്കിൽ 9 to 6 ആണ്. പക്ഷെ ഞാൻ എപ്പോൾ വിളിച്ചിട്ടുണ്ടെങ്കിലും അവർ ഫോൺ എടുത്ത് എന്നെ അസിസ്റ്റ് ചെയ്ത് എനിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് എന്നെ കംഫർട്ടബിൾ ആക്കിയതിന് ശേഷം മാത്രമേ അവർ ഫോൺ കട്ട് ചെയ്യത്തുള്ളൂ. ഒരു ഹറിബറിയും കാണിക്കത്തില്ല. പിന്നെ ഞാൻ ഈ ലൈഫ് ലൈൻ പ്രൊട്ടക്ട് ലിമിറ്റഡിനെ എപ്പോഴും എന്തിനീ കോൺടാക്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ക്ലെയിം അപ്ലൈ ചെയ്യുമ്പോൾ എത്ര ടൈം എടുക്കും, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്, GP എങ്ങനെ ചേസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അവരെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പ്ലീസ് മേക്ക് എൻഷുർ നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷൻസ് എല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന്. കാരണം ക്ലെയിമിൻ്റെ സമയത്ത് ഏതൊരു ഇൻഷുറൻസ് കമ്പനിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള മെഡിക്കൽ കണ്ടീഷൻസ് അവരെ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുമാത്രം എൻഷുർ ചെയ്താൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾക്കൊരു ഇൻഷുറൻസ് തരികയും ക്ലെയിമിൻ്റെ സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും അവർക്ക് പറ്റും. പിന്നെ അവർ ഓഫീസിൽ ക്ലെയിം ഹാൻഡിൽ ചെയ്യാൻ തന്നെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്.
ക്ലെയിം പ്രോസസ്സ് ചെയ്യാൻ ക്ലയൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത് എനിക്ക് ഡയറക്റ്റായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മോർഗേജ് ഓർ ഇൻഷുറൻസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബെസ്റ്റ് സ്യൂട്ടബിൾ അഡ്വൈസ് തരുന്നതിനും പിന്നെ നിങ്ങളുടെ നീഡ് അസസ് ചെയ്യുന്നതിന് ഈ ഒരു കമ്പനി കൺസൾട്ടൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്ന് ഉറപ്പുണ്ടായത് കൊണ്ട് തന്നെയാണ് ലൈഫ് ലൈൻ പ്രൊട്ടക്ട് ലിമിറ്റഡ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. സോ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഇങ്ങനൊരു ഇൻഷുറൻസ് ഉണ്ടായത് കൊണ്ട് തന്നെ എന്തൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിലും എൻ്റെ ഫാമിലി സഫർ ചെയ്യാതെ എനിക്കൊരു ലംസം എമൗണ്ട് ഇൻഷുറൻസ് ത്രൂ കിട്ടും. അപ്പം അത് എനിക്കൊരു കംഫർട്ടബിൾ ഫീൽ തന്നു. ഞാനത് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ, ഞാൻ ഇൻഷുറൻസ് എടുക്കാനൊക്കെ ഭയങ്കര മടിയുള്ള ആളാണ്. അച്ഛൻ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോഴും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനൊരു കണ്ടീഷൻ ഞാൻ ഫേസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ധൈര്യം തന്നതാ, ഒരു ഇൻഷുറൻസ് ഉണ്ടല്ലോ, എൻ്റെ ഫാമിലിക്ക് എനിക്ക് അറ്റ്ലീസ്റ്റ് എനിക്ക് നല്ലൊരു എമൗണ്ട് കിട്ടുമല്ലോ എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ച് കൂട്ടിയത് കേട്ടോ. അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ ഒരു കൊളീഗിൻ്റെ വൈഫിനും ഇതേപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ ആയി, കുഞ്ഞുണ്ടായി 6 monthsന് ശേഷം ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ടി വന്നു. അതുപോലെ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഹെൽത്ത് ഇൻഷുറൻസ് പുള്ളിക്കാരിക്ക് ഉണ്ടായിരുന്നു. 100,000 pounds ആണ് 1 month ആയത്. അതിനുശേഷം അവർ NHSൻ്റെ ട്രീറ്റ്മെൻറ്റ് അവർക്ക് കിട്ടി, മാഞ്ചസ്റ്ററിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പക്ഷേ അവരുടെ ഫാമിലി ഫുൾ പ്രോപ്പർട്ടിയും കാര്യങ്ങളും എല്ലാം വിൽക്കാൻ റെഡി ആയിട്ടിരിക്കുമായിരുന്നു. അച്ഛനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ടെൻഷൻ. എൻ്റെ ടെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ലെവിക്കുട്ടനും അച്ഛനും എനിക്ക് എന്ത് ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഞാൻ കാറിലിരുന്ന് ആലോചിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി സ്കാനിങ്ങിന് കയറുന്നതിന് മുമ്പ് ഞാൻ അച്ഛനോട് പറഞ്ഞു, എന്ത് വന്നാലും നമ്മളത് ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കണം. ദൈവമുണ്ട് നമ്മുടെ കൂടെ, ദൈവം നമ്മളെ അങ്ങനെ കൈവിടത്തില്ല. നമ്മൾ പോകാൻ ആഗ്രഹിച്ച സ്ഥലങ്ങൾ ഞങ്ങൾ ട്രിപ്പിനൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ മാസവും. അവിടെയൊക്കെ നമുക്ക് പോകണം, അതിനൊന്നും നമുക്കൊരു കുറവ് വരുത്തരുത്, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ലവിക്ക് ചെയ്തു കൊടുക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ സ്കാനിങ് റൂമിലേക്ക് കയറുന്നത് കേട്ടോ. ആ സമയത്ത് എനിക്ക് ഒരേ ഒരു കാര്യമേ തോന്നിയുള്ളൂ. മാതാപിതാക്കൾ ജീവിച്ചിരിക്കാൻ നേരത്ത് മക്കൾ നഷ്ടപ്പെടുന്ന വേദന ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എൻ്റെ മോനിക്കുട്ടൻ പോയി, ആ സമയത്ത് എൻ്റെ മമ്മീയുടെയും ഡാഡിയുടെയും ഒരവസ്ഥ, അവർക്ക് ഏറ്റവും ലാസ്റ്റ് ഉണ്ടായതാണ് മോനിക്കുട്ടൻ. 2 പെണ്ണ് കഴിഞ്ഞൊരു മോൻ. എല്ലാവരും കളിയാക്കിയിട്ടുണ്ടായിരുന്നു മമ്മീനെയും ഡാഡീനെയും. കാരണം 2 പെൺമക്കളാണ്. അത് കഴിഞ്ഞ് കിട്ടിയൊരു മോൻ എന്താണ്, മെൻ്റലി റിട്ടാർഡഡ് ബേബിയാണ്. അവന് 27 വർഷക്കാലം ഡാഡിയും മമ്മിയും ഞങ്ങളും പൊന്നു പോലെ നോക്കി. പക്ഷേ ആ സമയത്ത് അവൻ പോയ സമയത്ത് ഞങ്ങൾക്ക് അതങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ കൂടെയുണ്ട് ഇപ്പോഴും, അവൻ ഫിസിക്കലി ഇല്ല എന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഡാഡിയും മമ്മിയും അത് എങ്ങനെയാണ് അവർക്ക് അതിനുള്ളൊരു ധൈര്യം ദൈവം കൊടുത്തു. ഇനി എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരതെങ്ങനെ ഫേസ് ചെയ്യും എന്ന് മാത്രമേ ഞാൻ ആ സമയത്ത് ചിന്തിച്ചുള്ളൂ. എനിക്കും കൂടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ മമ്മിയുടെയും ഡാഡിയുടെയും ഒരവസ്ഥ എന്തായിരിക്കും. അങ്ങനത്തെ ഒരവസ്ഥ ഒരു മാതാപിതാക്കൾക്കും വരരുത്. അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എൻ്റെ മോനിക്കുട്ടൻ പോയപ്പോൾ മമ്മിയും ഡാഡിയും എങ്ങനെ സഹിച്ചെന്ന് എനിക്കറിയത്തില്ല. അവർക്ക് ദൈവം കൊടുത്തൊരു ധൈര്യമായിരിക്കും. സോ അതേ ഒരു അവസ്ഥ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെ ഫേസ് ചെയ്യും എന്ന് മാത്രമായിരുന്നു ഞാൻ ആ സ്കാനിങ് റൂമിൽ കയറിയപ്പോൾ ചിന്തിച്ചത് കേട്ടോ. സ്കാനിങ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ധൈര്യമായിരുന്നു കേട്ടോ. ഓൾറെഡി ഞാൻ ഭയങ്കര ബോൾഡാണ്, പക്ഷെ അതിനേക്കാട്ടിലൊരു ഡബിൾ സ്ട്രെങ്ത്ത് തന്നതുപോലെ ഞാൻ അച്ഛനോട് പറഞ്ഞു, ഇല്ല എനിക്കൊന്നും സംഭവിക്കത്തില്ല, എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുക, അടിച്ചു പൊളിക്കുക. അപ്പോൾ അച്ഛൻ വിചാരിച്ചത് എന്താ എനിക്ക് വല്ല വട്ടുമായോ എന്ന്. നമ്മൾ ഈ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ലേറ്റർ ഓൺ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതായത് മെമ്മറീസ്. ഓക്കെ, നമ്മുടെ ഈ ഫോട്ടോസ്, വീഡിയോസ്, ഞാനിപ്പോൾ ലെവിക്കുട്ടനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയ ആ ഫോട്ടോ ഇപ്പോഴും എടുത്ത് നോക്കും. അങ്ങനെ കിട്ടിയ ആൾ ഇപ്പോൾ 18 months ആകാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ അവനൊരു പേജ് തുടങ്ങാം, അവൻ്റെ ട്രാവൽസും ഫുഡിൻ്റെ റുട്ടീൻസും ഒക്കെ കാണിക്കാം. ലേറ്റർ ഓൺ അവനിതൊക്കെ കണ്ടിട്ട് സന്തോഷിക്കാമല്ലോ. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇൻസ്റ്റഗ്രാം പേജ് വരെ ലെവിക്കുട്ടിന് സ്റ്റാർട്ട് ചെയ്തത്. 4 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ സ്കാനിങ് റിപ്പോർട്ട് കിട്ടി. ആ കിട്ടിയതിനകത്ത് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് അതൊരു ലംബാണ്. അത് പിമ്പിൾ പോലെ വന്നതാണ്, ഹെവി ആണെന്നേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ അത് മാറിക്കോളും. 2-3 മെഡിസിനും കാര്യങ്ങളൊക്കെ തന്നു. അതിൻ്റെ ഹോർമോണൽ ചേഞ്ചസ് ആണ് എനിക്ക് വെയിറ്റ് കൂടിയതും. സോ സ്റ്റിൽ ഞാൻ എടുക്കുന്നുണ്ട്. കാരണം നമ്മളൊരു ടൈം വരെ നമ്മളത് വെയിറ്റ് ചെയ്യണം. അതിൻ്റെ ചെക്കപ്പും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ആ റിസൾട്ടിൽ എനിക്കൊന്നുമില്ല എന്ന് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും കഷ്ടങ്ങളോ പ്രയാസങ്ങളോ വരുന്നത് നമ്മളോട് ദൈവത്തിന് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല കേട്ടോ, നമ്മളോട് ദൈവത്തിന് ഭയങ്കര ഇഷ്ടം ഉണ്ടായിട്ടാണ്, നമ്മളെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ ലെവിക്കുട്ടുണ്ടായപ്പോൾ ചെറുതായിട്ടൊരു പൊടിക്ക് അഹങ്കരിച്ചിട്ടുണ്ടാവാം. അതായിരിക്കാം ചിലപ്പം എനിക്കിങ്ങനൊരു തട്ട് തന്നത്. എന്നാലും ഇപ്പോഴും ചില സമയത്ത് ഞാൻ എടുത്ത് ചാടാറുണ്ട്. ഞാനപ്പോൾ ദൈവത്തോട് പറയും, ദൈവമേ ഞാനങ്ങനെ ചെയ്ത് എന്നോട് ക്ഷമിക്കണമേ. പല കാര്യങ്ങളും എനിക്ക് ചില സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആരും തെറ്റ് ചെയ്യാത്തവരൊന്നും അല്ലല്ലോ, അല്ലേ?
പക്ഷേ നമുക്കത് റിയലൈസ് ചെയ്ത് നമ്മളത് തെറ്റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് ക്ഷമിക്കുന്നുണ്ട്, പക്ഷേ മനുഷ്യർക്ക് അത് ക്ഷമിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ലൈഫ് നമ്മൾക്കിഷ്ടമുള്ളതുപോലെയാണ് ജീവിക്കേണ്ടത്, അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല. നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും ജഡ്ജ് ചെയ്യാൻ അല്ലെങ്കിൽ പറയാൻ മറ്റുള്ളവർക്ക് എന്താണ് റൈറ്റ് ഉള്ളത്? നമുക്കിഷ്ടമുള്ള ഫുഡ്, ഡ്രസ്സ്, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ, നമുക്കിഷ്ടമുള്ള സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യാൻ, അല്ലേ? അപ്പം അത് ആരെന്ത് പറഞ്ഞാലും നമ്മളത് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആൾക്കാർ എന്നെ തിരിഞ്ഞു നോക്കും. പക്ഷേ എനിക്ക് എൻ്റെ ഫാമിലിയുടെ കൂടെ കിട്ടുന്ന ആ ടൈം അത് പ്രൈസ്ലെസ് ആണ്. നമ്മൾ എത്രയൊക്കെ ആണെങ്കിലും ഞങ്ങൾ ഈ ട്രിപ്പിന് പോകുന്നിടത്താണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ക്ലോസ് ആവുന്നത്. ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കാറുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ എടുത്ത് വെച്ച സാധനം അതേപോലെ തന്നെ വെക്കണം, ക്ലീൻ ആൻഡ് ടൈഡ്നെസ് കൂടുതലുള്ള ഒരാളാണ് ഞാൻ. അച്ചു നേരെ ഓപ്പോസിറ്റുമാണ്. ഓക്കെ, പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടമുള്ളൊരു കാര്യമുണ്ട്. ഒരുപാട് പൈസ ഉണ്ടാക്കി സേവ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നാളെ നമ്മളിതും കൊണ്ടല്ലല്ലോ നമ്മൾ മുകളിലേക്ക് പോകുന്നത്, അല്ലേ? ഉള്ള സമയത്ത് അടിച്ചു പൊളിക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന ആൾക്കാരെ നമ്മൾ സഹായിക്കുക. ഞാൻ ലെവിക്കുട്ടിൻ്റെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സും ഒക്കെ ഡൊണേറ്റ് ചെയ്യുന്നതും ടോയ്സൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ നേരത്ത് ചില ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിക്കുന്നതാണ്, പുതിയ ക്ലോത്ത് മേടിച്ചു കൊടുത്തു പറയുന്നത്. അങ്ങനെ ചെയ്യേണ്ട സാഹചര്യത്തിൽ അങ്ങനെയും ചെയ്യാറുണ്ട്. ഇപ്പോൾ എല്ലാവരെയും അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഞാൻ ആ ഡൊണേറ്റ് ചെയ്ത വീഡിയോ കാണിച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആർക്കെങ്കിലും ഒരു ഐഡിയ തോന്നിയിട്ടുണ്ടെങ്കിൽ ചെയ്യാമല്ലോ. പിന്നെ ചില ആളുകൾക്ക് എന്നോട് ചോദിക്കാൻ മടിയായിരിക്കും. അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ഇവിടെയുള്ളവർ തന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്തു. എൻ്റെ ഡ്രസ്സായിട്ടാണെങ്കിലും ലെവിക്കുട്ടിനെ ആണെങ്കിലും ടോയ്സും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എടുത്ത് കളയാണ്. ചാരിറ്റിയിൽ എനിക്ക് കൊടുക്കാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനിത് ഇനീഷ്യേറ്റീവായിട്ട് എടുത്ത് ചെയ്യുന്നത്. അതും നമുക്ക് 8 പൗണ്ട് 9 പൗണ്ട്സ് ഒക്കെ ആവുന്നുണ്ട് ഒരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ, UK യിലുള്ളവർക്ക്. ഇപ്രാവശ്യം ഞാൻ മമ്മിക്കും ഡാഡിക്കും ഒരുപാട് ക്ലോത്ത് നാട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ടും എടുത്തു വെച്ചിട്ടുണ്ട്. അത് അടുത്ത വ്ളോഗിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അതിന് എന്നെ ഹെൽപ്പ് ചെയ്തത് ABC കാർഗോ ആൻഡ് കൊറിയറാണ്. ഞാനിങ്ങനെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ എന്നെ ഇങ്ങനെ ഇവർ കോൺടാക്ട് ചെയ്തതാണ്. നമ്മൾ ചേച്ചി കാർഗോ ചെയ്യുന്നുണ്ട്, ചേച്ചിക്ക് വേണമെങ്കിൽ നാട്ടിലേക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ ഞങ്ങൾ നല്ല ഡീലിൽ ഞങ്ങൾ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് ഞാൻ എൻ്റെ അടുത്ത യൂട്യൂബ് വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്നെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്നു, അച്ഛനെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞങ്ങൾ മാക്സിമം ചെയ്യുന്നുണ്ട്. ഈവൻ ഞങ്ങൾ മമ്മിക്കും ഡാഡിക്കും അയച്ചു കൊടുക്കുന്ന പൈസ ആയാൽ പോലും അവർ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം, നമ്മൾ വിസ എടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യാൻ നേരത്ത് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവരുടെ അക്കൗണ്ടിൽ അവർ വെക്കാറില്ല. അവർക്കും ഭയങ്കര ഒരു ധൈര്യമാണ്, ദൈവം നടത്തും. ശരിയാണ് കേട്ടോ, ദൈവം നടത്തുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ കൂടെ ഈ മിറാക്കിൾ സ്റ്റോറി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് തീരുമാനിച്ചത് തന്നെ മറ്റുള്ളവർക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ പല ആളുകളും ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കെയർ ചെയ്യത്തില്ല. കുഞ്ഞുങ്ങളെയാണ് ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നത്. പക്ഷേ നമ്മളെ തന്നെ നന്നായിട്ട് കെയർ ചെയ്യണം. ഞാൻ ആ ലംബ് അച്ഛനോട് പറഞ്ഞെങ്കിലും അച്ഛനായിരുന്നു നിർബന്ധം പെട്ടെന്ന് തന്നെ അപ്പോയിൻമെൻറ്റ് എടുത്ത് കാണിക്കണം. ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. ഞാൻ ഇച്ചിരി കെയർലെസ് ആയിട്ട് വിട്ടേക്കുമായിരുന്നു, പീരീഡ്സ് ലേറ്റ് ആവുന്നതുകൊണ്ടായിരിക്കുന്നു. പക്ഷേ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ചെറിയ ചേഞ്ച് ഉണ്ടെങ്കിൽ ആ ചേഞ്ച് നിങ്ങൾ ദയവ് ചെയ്ത് ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കുക. എന്താണെങ്കിലും നമ്മൾ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. അത് ലേറ്റ് ആകും തോറും ക്യാൻസർ ആണെങ്കിൽ അത് ഏത് സ്റ്റേജിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്, അതുപോലെ തന്നെ എവിടെയൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കൺസൾട്ട് ചെയ്യാൻ വൈകുകയാണെങ്കിൽ. അപ്പോൾ ഇതൊരു അവയർനെസ് ആയിട്ടും കൂടിയാണ് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ബ്രസ്റ്റിലാണെങ്കിലും നമുക്ക് എവിടെയാണെങ്കിലും, അതിപ്പോൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അമ്മമാരിലാണെങ്കിലും അപ്പന്മാരിലാണെങ്കിലും നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റൈറ്റ് അല്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് പോയി കൺസൾട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ പല കാര്യങ്ങളും ഡിലേ ആവും. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ബ്രിട്ടുവിനെ ഞാൻ ഓൾറെഡി എൻ്റെ സ്റ്റോറിയിലൂടെ ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻ്റായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബ്രിട്ടുവിൻ്റെ 2nd സ്റ്റേജിലാണ് അറിഞ്ഞത്. തലവേദന ഉണ്ടെന്ന് സെപ്റ്റംബർ തൊട്ടിട്ട് ഹോസ്പിറ്റലിൽ NHSൽ പോയി കൺസൾട്ട് ചെയ്യുന്നുണ്ട്. മെയ് ഒക്കെ ആയപ്പോഴാണ് അറിഞ്ഞത്. അതിനുശേഷം സർജറി ചെയ്തു. നല്ല ട്രീറ്റ്മെൻറ്റാണ് NHS നിന്ന് കിട്ടിയത്. പക്ഷേ ഇത്രയും ലേറ്റായി, 2nd സ്റ്റേജിലേക്ക് എത്തി. ബ്രിട്ടു ഇപ്പോൾ റിക്കവർ ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സ്കാനിങ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ആ ഒരാഴ്ച എൻ്റെ ലൈഫിൽ എനിക്ക് കേൾക്കാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ പല അസുഖങ്ങൾ, അതുപോലെ തന്നെ ഫാമിലിയിൽ 1-2 പേർക്ക് ക്യാൻസർ, പിന്നെ എൻ്റെ കസിൻ സിസ്റ്ററിന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും റൈറ്റ് സൈഡിലെ ബ്രസ്റ്റിൽ ഒരു ലംബ് വന്നത് സർജറി ചെയ്ത് പുറത്തെടുത്തതാണ് ആ ലംബ്. സോ അങ്ങനെ സർജറി പോലും എനിക്ക് വേണ്ടി വന്നില്ല. കുറച്ച് മെഡിസിൻ കഴിച്ച് എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ക്യൂറായി. ഇപ്പോഴും ചെറിയൊരു തടിപ്പുണ്ട്. മെഡിസിൻ എടുത്തെങ്കിലും കുറച്ച് വണ്ണവും കാര്യങ്ങളൊക്കെ വെച്ചെങ്കിലും ഹോർമോണൽ ചേഞ്ചസും ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. വണ്ണമല്ലേ, അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോയിക്കോളും.
എനിക്ക് വണ്ണം വെച്ചതുകൊണ്ട് എൻ്റെ ബോഡിക്കോ അല്ലെങ്കിൽ എൻ്റെ അച്ചായിക്കോ എൻ്റെ ഫാമിലിക്കോ ഒരു പ്രോബ്ലം ഇല്ല. മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ണിൻ്റെ കുഴപ്പമാണ്. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ പുറത്തിറങ്ങുന്നത്. പിന്നെ ഞാനൊരു അമ്മയാണ്. 34 വയസ്സ് വരെ എൻ്റെ ബോഡിയൊക്കെ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. പിന്നെ ഇനി മുമ്പോട്ടും തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ എനിക്ക് ഡിസ്കംഫർട്ട് ഉണ്ട് വണ്ണം വെക്കുന്നതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ എക്സസൈസും കാര്യങ്ങളും ഒക്കെ ഞാൻ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലെവിക്കുട്ടിനെ ഞങ്ങൾ നഴ്സറി വിടുന്നില്ല. മമ്മിയും ഡാഡിയും ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ ജിമ്മിന് ജോയിൻ ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അക്കയ്ക്ക് ആക്സിഡൻ്റ് ആയത്. അതോടുകൂടി ജിമ്മ് പിന്നെയും ഡ്രോപ്പ് ചെയ്തു. പിന്നെ നമ്മുടെ ഫുഡിൻ്റെ രീതിയുണ്ട്, എല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഉള്ള ലൈഫ് എനിക്കിഷ്ടമുള്ള ഫുഡും കാര്യങ്ങളും ഞങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഞങ്ങൾ മാക്സിമം കവർ ചെയ്യുന്നു. കുറേ പൈസ ഉണ്ടായിട്ട് കുട്ടി വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ഉള്ള ഇത് നമ്മൾക്ക് കുറേ ഉണ്ടായിട്ടല്ല കേട്ടോ ഞങ്ങളിങ്ങനെ പോകുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ പോകുന്നത്. നമ്മളെ കൊണ്ട് പറ്റാവുന്ന സമയത്ത് നമ്മൾ പോവുക. നാളെ നമുക്ക് എന്ത് സംഭവിക്കാം. അപ്പോൾ ഉള്ള സമയത്ത് ലൈഫ് അടിച്ചു പൊളിക്കുക, അത്ര മാത്രമേ ഉള്ളൂ എനിക്ക് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും അസുഖമുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൺസൾട്ട് ചെയ്യുക, മാറ്റി വെക്കാതിരിക്കുക, മടിച്ച് നിൽക്കാതെ നിൽക്കുക. ഇതൊരു അവയർനെസ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പിന്നെ എല്ലാവർക്കും ഒരേ ധൈര്യം ആയിരിക്കില്ല. എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പം പെട്ടെന്ന് ടെൻസ്ഡ് ആവും, പാനിക്കാവും, സ്ട്രെസ്ഡ് ആവും. അങ്ങനത്തെ ടെൻഷനൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യുക. എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ ഇല്ലാതെ എവിടെ പോകാനാണ്? ധൈര്യത്തോടു കൂടി ഇരിക്കുക, പ്രാർത്ഥിക്കുക. സോ എനിക്ക് ദൈവം വലിയൊരു വിടുതലാണ് തന്നത്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതാണ് നിങ്ങളോട്. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഞാൻ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ അത് എനിക്കൊരു ഭയങ്കര ഒരു വിഷമമായിരിക്കും. അതെങ്ങനെ ചെയ്യും എന്നുള്ളത് എനിക്ക് ഭയങ്കര ടെൻസ്ഡായിരുന്നു. പല പ്രാവശ്യം എടുക്കാൻ നോക്കിയപ്പോഴും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ലെവിക്കുട്ടിനെ വെച്ചിട്ടായിരുന്നു എടുത്തത്. അപ്പോൾ ഇന്നൊരു സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ അച്ഛൻ എന്നോട് പറഞ്ഞു റിലാക്സ് ആയിട്ട് പോയി വീഡിയോ എടുക്കുക. പിന്നെ ചില ആൾക്കാരൊക്കെ കമൻ്റായിട്ട് മെസ്സേജ് അയക്കുന്ന കാണാറുണ്ട്, ഇതൊക്കെ എന്തിനാണ് ഞങ്ങളോട് ഷെയർ ചെയ്യുന്നതെന്ന്. ഇതൊക്കെ ഷെയർ ചെയ്യുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. കാരണം ചില ആളുകളിൽ നിന്ന് കിട്ടുന്ന പോസിറ്റീവായിട്ടുള്ള കമൻറ്റ്, ചില ആളുകൾ നമ്മളെ കംഫർട്ടബിൾ ആക്കി നമ്മളെ സ്നേഹിച്ചുകൊണ്ട് അയക്കുന്ന കമൻസാണ് പിന്നീടും എനിക്ക് മുമ്പോട്ട് വീഡിയോ ചെയ്യാൻ എന്നെ എനർജി ആക്കുന്നത്. ഇന്നത്തെ എൻ്റെ ഈ ടെസ്റ്റിമോണിയൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു അവയർനെസ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പല ആൾക്കാരുടെയും കുഞ്ഞു പ്രെയർ ആയിരിക്കും എന്നെ ഇത്രയും ധൈര്യത്തോടു കൂടി നിർത്തിയത്. മുമ്പോട്ടും നിങ്ങളുടെ പ്രെയർ എനിക്കും എൻ്റെ ഫാമിലിക്കും വേണം. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത വീഡിയോ മമ്മിയും ഡാഡിയും ഒക്കെ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ പാക്കിങ്ങും ബഹളവും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടായിരിക്കാം. ഈ പ്രാവശ്യം അവർ വന്നിട്ട് എൻ്റെ കൂടെ അധികം നിൽക്കാത്തതിൻ്റെ ഒരു വിഷമം എനിക്ക് നന്നായിട്ടുണ്ട്. പക്ഷേ അക്കയുടെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു. അല്ലെങ്കിൽ 2 സ്ഥലത്തും അവർ മാറി നിൽക്കും. ഈ പ്രാവശ്യം അക്കയുടെ കാര്യത്തിൽ അവർക്ക് കൂടുതലും ടേക്ക് കെയർ ചെയ്യേണ്ടി വന്നു. സർജറിയൊക്കെ കഴിഞ്ഞുകൊണ്ട് അക്കയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. പിന്നെ വേറൊരു കാര്യം കൂടെ, ഇതുവരെ ഇൻഷുറൻസ് എടുക്കാത്ത ആരെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഇൻഷുറൻസ് എടുക്കണം. ഏത് ഇൻഷുറൻസ് കമ്പനിയിലാണെങ്കിലും നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള മെഡിക്കൽ കണ്ടീഷൻസ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും വേണം. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ലൈഫ് ലൈൻ പ്രൊട്ടക്ട് ലിമിറ്റഡിനെയാണ്. കാരണം എന്നെ അത്രയ്ക്ക് അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് അവരിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ് ഞാൻ അവരെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നതും പ്രൊമോട്ട് ചെയ്യുന്നതും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അവരെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മെയിൽ ത്രൂ ആണെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. സോ അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം ഗൈസ്. ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്, ബൈ.